വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പാണക്കാട് തങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക, നേട്ടങ്ങളുണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുക UDF ഭരണസമിതികൾക്കാണ് എന്ന് LDFിൻ്റെയും UDFിൻ്റെയും പഞ്ചായത്തുകളെ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFന് നല്ല വിജയ പ്രതീക്ഷയുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ UDFന്? തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ പത്രങ്ങളിൽ, മീഡിയ, സോഷ്യൽ മീഡിയ ഇതിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന അതാണല്ലോ. സ്വാഭാവികമായും അത് ജനങ്ങളെ സ്വാധീനിക്കും. അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. പോളിംഗ് ശതമാനം ഉയരുമോ? തീർച്ചയായിട്ടും പോളിംഗ് ശതമാനം നല്ല പോളിംഗ് ശതമാനമായിരിക്കും. എല്ലാവരും കാത്തിരിക്കുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി. ഈ തെക്കൻ കേരളത്തിൽ എറണാകുളത്ത് ഉൾപ്പെടെയാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം UDFിൻ്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. സ്വാഭാവികമായിട്ട് UDFിന് അനുകൂലമായിട്ടൊരു സാഹചര്യം എന്നാണ് വിലയിരുത്തുന്നത്. അതെ, എറണാകുളം ഞങ്ങൾ വിലയിരുത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നേരത്തെ UDFന് സ്വാധീനമുള്ള മേഖലകളിൽ അത് നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് UDFന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെ ഉണ്ടാകും. ഏറ്റവും അധികം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ ട്രെൻഡ് തന്നെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ ട്രെൻഡ് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. ഇവരൊക്കെ വോട്ട് ചെയ്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത്. ഞാനും അതിന് അടിവരയിടുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ UDFിൻ്റെ മേഖലകളിലൊക്കെ നല്ല പോളിംഗ്, അത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിംഗ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് മലബാറിൽ ഒന്നും കൂടി ഊർജിതമായിരിക്കും. മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിതം, ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ. അത് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. അത് ഞാനതിന് അടിവരയിടുകയാണ്. അത് ഒരു ലക്ഷണമാണ്. അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരു ആവേശം ഇന്ന് പ്രകടമാവും. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് എന്തായിരിക്കും? അല്ല, ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് 10 കൊല്ലമായിട്ട് അവർ അനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം. അതിൻ്റെ പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത്. മറ്റു കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങൾ എന്നേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ. ഒന്ന് ഭരണവിരുദ്ധ വികാരം, 2 ശബരിമല. ഇന്ന് പോളിംഗ് നടക്കുന്നത് കോർപ്പറേഷൻ ഉൾപ്പെടുന്നുണ്ട്. മികച്ച പ്രവർത്തനം ഉൾപ്പെടെ നടത്തി കോർപ്പറേഷനിലൊക്കെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കോർപ്പറേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്നും പിന്നെ UDFന് പ്രതീക്ഷ കുറവില്ല. കോഴിക്കോട് ഉൾപ്പെടെ. UDFിനെതിരെ മുഖ്യമന്ത്രി അവസാന ഘട്ടത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? അതെങ്ങനെ? ഒന്നും പ്രതിഫലിക്കൂല. ഏറ്റവും അധികം പ്രതിഫലിക്കാൻ പോകുന്ന ജീവിതത്തിലുണ്ടായ വിഷമം 10 കൊല്ലമായിട്ട്, പിന്നെ ഈ ശബരിമലയും, ഇത് തന്നെയാണ് ഈ തവണ പ്രതിഫലിക്കാൻ പോകുന്നത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാതെ തന്നെയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഭരണ കുട്ടിയാണ് സംസാരിച്ചത്. ഒപ്പം പാണക്കാട് തങ്ങളും